നമ്മുടെ 2026 ഓണാഘോഷം പ്രസ് ക്ലബിൽ ഓണാഘോഷ പരിപാടികൾക്കാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. അതൊക്കെ നമുക്കൂടെ വിതരണം ചെയ്യാനാണ് നമ്മൾ തന്നെ അതുകൊണ്ടാണ് അവർ പൈസയ്ക്ക് വേണ്ടി പിടിച്ചത്. കറിയേട്ടൻ ഫ്രാൻസിസ് ശ്രീറാം പറഞ്ഞാൽ പിന്നെ മൂക്കും ചെറുപ്പമൊക്കെ വരും. അത് 60 വയസ്സായി എനിക്ക് വ്യത്യാസങ്ങളുണ്ട്. ശശിയുടെ മുതലുള്ള കുട്ടികൾ അത് ഇന്ന് ഓണല്ല. 60 വയസ്സായി എനിക്ക് വ്യത്യാസങ്ങളുണ്ട്. ശശിയുടെ മുതലുള്ള കുട്ടികൾ അത് ഇന്ന് നമ്മളെ ഏൽപ്പിച്ച പണികൾ ഭംഗിയായിട്ട് കൊണ്ട് നടക്കാൻ നടത്തണം. അപ്പോൾ ഏറ്റവും സാഹചര്യ ഭാഷയിലൂടെ പോകുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ആശംസിച്ച് നിർത്തുന്നു. അധ്യക്ഷനായിട്ട് ആയതുകൊണ്ട് ഒരു ഓണസദ്യയും അല്ലെങ്കിൽ ഓണ സന്തോഷം പങ്കുവെച്ച് ഇവിടെ എത്തുകൂടെയാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ എല്ലാ വർഷവും ഇതേപോലെ എത്തുകൂടാറുണ്ട്. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ കുറച്ചുകൂടി വിപുലമായിട്ട് കുറച്ചുകൂടി ഒരു കുടുംബ സംഗമം പോലെയും ഒപ്പം തന്നെ പബ്ലിക്കിനും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഓണം ആഘോഷിക്കാൻ പ്രസ് ക്ലബിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. ഈ പ്രസ് ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ഓണം സർവ്വ ഐശ്വര്യത്തിൻ്റെയും ഒരു ആഘോഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. വലിയൊരു ആഘോഷത്തിൻ്റെ തിരക്കിലേക്കാണ് കേരളം. വടക്കാഞ്ചേരി പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണാഘോഷം വരും നാളുകളിലേക്കുള്ള വലിയ ഒരു ചാലകശക്തിയായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒരുപാട് ഓർമ്മകൾ നൽകിക്കൊണ്ട് ഈ വർഷവും വടക്കാഞ്ചേരി പ്രസ് ക്ലബിൻ്റെ ഓണാഘോഷം ആരംഭിച്ചു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽസമൃദ്ധിയുടെയും ഓണാഘോഷങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുള്ള പ്രസ് ക്ലബ് അംഗങ്ങളെ ഹാർദവമായി ഓണാശംസകൾ നേർന്നുകൊണ്ട് സ്വാഗതം. ഇവിടെ ഇരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഓണാശംസകൾ. അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണാഘോഷത്തിന് എല്ലാവിധ ആശംസകളും വരുന്നു. മുൻകൂട്ടി എല്ലാവർക്കും ഒരു ഓണാശംസകളും വരുന്നു. ആദ്യമായിട്ടാണ് പ്രസ് ക്ലബിൻ്റെ ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. വളരെ മികച്ച ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം സംഘാടനകൾ നമ്മളെ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഒരു കൂട്ടായ്മകൾ വലുതാക്കി വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോ അവസരങ്ങളിലൂടെയാണ് ഓരോരുത്തർ വളരുന്നത്. ആരെയും വലുതായും ചെറുതായും കാണാതെ കൂടെ ചേർത്ത് നിർത്താനുള്ള ആ ഒരു മനോഭാവം, അതിനാദ്യം നന്ദി പറയുന്നു. രാകേഷ് സൂചിപ്പിച്ച പോലെ കാലഘട്ടം വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഉയർന്നവരോ ആർക്കും സ്ഥായിയായ സ്ഥാനമില്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ് ക്ലബ്ബായി വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് മാറണമെന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഭാരവാഹികൾ, ഇതിൻ്റെ പ്രസിഡന്റ് അജീഷ്, മറ്റു ഭാരവാഹികൾ, സഹപ്രവർത്തകർ, കല്യാണിൻ്റെ ജീവനക്കാർ, അതുപോലെ തന്നെ നമ്മുടെ പക്ഷെ നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സത്യസന്ധമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ് ശശിയേട്ടൻ, അതുപോലെ തന്നെ മുരളിയേട്ടൻ, ജോൺ ചേട്ടൻ, അതേപോലെ തന്നെ ഫ്രാൻസിസ് ചേട്ടൻ, സിറാജ്, അങ്ങനെ ഇതിലെല്ലാ ആൾക്കാരും. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ കാര്യം അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിൻ്റെ നല്ല വശങ്ങൾ. അത് കഴിഞ്ഞാൽ പല ആൾക്കാരും വിചാരിക്കുന്നത് എന്തിനാണോ ഇയാൾ ഇത് ചെയ്യുന്നത്, അതിലെ ഇയാൾക്ക് എന്താ നേട്ടം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാനേക്കാൾ ഉപരി അത് മീഡിയ വഴി അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ഇത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ 10-25 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റില്ല. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കൊല്ലം പോയിട്ട് 25 ദിവസം ചെയ്യാൻ പറ്റില്ല. പലവിധ ആവശ്യങ്ങളായിട്ട് പല ആൾക്കാരും വളരെ അടുത്ത് ഉള്ള ആൾക്കാരും നമ്മളതിനെ സമീപിക്കാറുണ്ട്. പക്ഷേ പരമാവധി അതിനെ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ
പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്നും എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. തുടർന്ന് എനിക്ക് ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഐശ്വര്യ, സുരേഷ് ഉൾപ്പെടെയുള്ള മറ്റു മുഴുവൻ സഹപ്രവർത്തകരെയും ഇനി നമ്മുടെ സ്ഥാപനം പറഞ്ഞതാണ്. വടക്കാഞ്ചേരി പ്രസ് ക്ലബിൻ്റെ ഈ ഓണാഘോഷ പരിപാടിക്ക് ഒരു സ്നേഹസമ്മാനവുമായിട്ട് വടക്കാഞ്ചേരിയിലെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് പ്രതിനിധികളായ മനീഷും സനൂപും എത്തിയിരിക്കുകയാണ്. അവരെ ഈ യോഗത്തിലേക്ക് വടക്കാഞ്ചേരി പ്രസ് ക്ലബിൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ സ്നേഹോപകാരം കൈമാറുന്നതിന് പ്രസ് ക്ലബ് അംഗങ്ങളെയും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ജീവനക്കാരെയും ക്ഷണിക്കുന്നു. ഇന്ന് ഏറെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രസ് ക്ലബിലത്തെ എല്ലാ അംഗങ്ങളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ മർച്ചൻ്റ് അസോസിയേഷനും അതുമാതിരി തന്നെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു ഓണസദ്യയൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു മിംഗ്ലിങ്ങാണ് ഏറ്റവും അധികം ഈ ഓണത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കറിയാം, വടക്കാഞ്ചേരി സംബന്ധിച്ച് പ്രസ് ക്ലബ്ബ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളെ ആണെങ്കിലും ശരി, മറ്റെല്ലാവരും തന്നെ നേർവഴിക്ക് നയിക്കുക. കാരണം വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിച്ചു, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ പത്രപ്രവർത്തനം നടത്തുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ. ചിലതൊക്കെ വരുമ്പോൾ തന്നെ ഞാനടക്കം ഭയപ്പെടാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഇവർ നേർക്കാഴ്ച അല്ലെങ്കിൽ നേരായ വഴികൾ ചിലപ്പോൾ പറയുമ്പം അത് എത്രത്തോണ്ട് ഇവരെ ബാധിക്കും പേഴ്സണലായിട്ടെന്നുള്ള ഭയപ്പാടൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മറന്നുകൊണ്ട് അവർ അവരുടേതായ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് തന്നെ പത്രപ്രവർത്തനത്തിൽ നടത്തുന്നുണ്ട്. ഇങ്ങനെ ഈ ഓണാഘോഷത്തിന് ഞങ്ങളെ ക്ഷണിച്ചതിൽ പ്രത്യേകം മർച്ചൻ്റ് അസോസിയേഷൻ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്, എനിക്ക് അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദ്യത്തെ സെയിൽ ഞാനാണ് നടത്തിയത്. തീർച്ചയായിട്ടും ഇന്ന് നല്ല രീതിയിൽ തന്നെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അവർ ഒരു സ്പോൺസർഷിപ്പും കൂടി ഇവിടുത്തെ മറ്റേ പ്രസ് ക്ലബിൻ്റെ അംഗങ്ങൾക്ക് അവരൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് വന്ന മനീഷിനൊക്കെ തന്നെ ഞാൻ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഓണവിരുന്ന് ഒരുക്കിയ എല്ലാ പ്രസ് ക്ലബ് അംഗങ്ങളെയും പ്രത്യേകം ആശംസകൾ പറഞ്ഞുകൊണ്ട് വാക്കുകൾ. 10 ദിവസം കൂടിയതാണ് ഓണം എന്ന് പറയുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാവണം ഒരു പക്ഷേ പള്ളികളിലും അമ്പലങ്ങളിലും ക്ലബ്ബുകളിലൊക്കെ ആൾക്കാർ കൂടുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 10-9 കൊല്ലം മുമ്പ് ഈ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ല ആയിരുന്നത്. അതായത് വീടുകളിലുള്ള എല്ലാവരും ഒത്തുചേർന്ന വല്യമ്മ, ചെറിയമ്മ, അമ്മാവൻ, മരുമക്കളൊക്കെ കൂടി ചേർന്നുള്ളൊരു ഓണമായിരുന്നു. പക്ഷെ ഓണം മാറിയിട്ട് കാലഘട്ടത്തിൻ്റെ വ്യത്യാസം അതൊരു അനിവാര്യതയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം വിളിച്ചോതുന്ന തരത്തിലാണ് പ്രസ് ക്ലബ്ബ് ഇപ്രാവശ്യം ഒന്നാന്തരമായ ഒരു ഓണാഘോഷം ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. അതിൽ പങ്കെടുക്കാനൊക്കെ നമ്മൾക്കെല്ലാവർക്കും ഭാഗ്യം സിദ്ധിച്ചു. അതേപോലെ തന്നെ നേരത്തെ അജിത് പറഞ്ഞ പോലെ നമ്മുടെ നാടിനെ നയിക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകരാണ്. തെറ്റുകൾ എവിടെ കണ്ടാലും അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേർവഴിയിലേക്ക് നയിക്കാൻ അവർ നമ്മളെ ഉദ്ബോധരാക്കുന്ന തരത്തിലുള്ള അവരുടെ ന്യൂസുകൾ കാരണം ഈ തെറ്റുകൾ ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം. ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പിറ്റേ ദിവസം പുറത്തു വരും. അപ്പോൾ അതുകൊണ്ട് നാടിനെ നയിക്കുന്ന, നാടിൻ്റെ നന്മയ്ക്ക്, നാടിൻ്റെ വളർച്ചയ്ക്ക് മാധ്യമപ്രവർത്തകർ ഉണ്ടായേ തീരും. അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ശ്ലാഘനീയം തന്നെ. എല്ലാവിധ അവർക്കുള്ള ആശംസകളും നന്ദികളും ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. പ്രസ് ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ ഞങ്ങൾ കല്യാൺ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ ക്ഷണിച്ചതിന് വളരെ നന്ദി, സന്തോഷം അറിയിക്കുന്നു. പിന്നെ എല്ലാവർക്കും കല്യാണിൻ്റെ പേരിലും എൻ്റെ പേരിലും ഓണാശംസകൾ തരും. ശേഷം പറയാൻ
ഉത്രാടപ്പൂനിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലാവേ വാ